ഈരാവിൽ ഒന്നു മയങ്ങാൻ കണ്ണുകൾ പൂട്ടുമ്പോൾ പാട്ടുപാടി എന്നെ വിളിക്കണ സുന്ദരി വെൺപ്രാവ്. വാക്കു തരാമോ നീ ഇനി എൻ്റേതാകാമോ? വാക്കു തരാമോ നീ ഇനി എൻ്റേതാകാമോ? എനിക്കുമുണ്ടൊരു പെണ്ണ്, ഒരു തൊട്ടാൽ വാടും പെണ്ണ്, പതുക്കെ നുള്ളി രസിക്കാൻ ഒരു കിന്നാരത്തേൻ കൂട്. മുന്തിരി പോലെ വിരിയാതെ നെഞ്ചിൽ പോലെ മുഞ്ചുള്ളൊരു പെണ്ണ് എൻ്റെ പിന്നാരക്കാറ്റ്. മഞ്ചാടിച്ചേല് മന്ദാരക്കാറ്റ്. എനിക്കുമുണ്ടൊരു പെണ്ണ്, ഒരു തൊട്ടാൽ വാടും പെണ്ണ്, പതുക്കെ നുള്ളി രസിക്കാൻ ഒരു കിന്നാരത്തേൻ കൂട്. എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കാം. ഇന്നലെ നമ്മൾ പകുതി ഉണ്ടാക്കി വെച്ച്, ഇന്ന് അതിൻ്റെ ബാക്കി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കിഴങ്ങ് പുഴുങ്ങിയിരുന്നു. അപ്പോൾ പുഴുങ്ങിയത് എന്തായി, ഉള്ളൊന്നും വെന്തില്ല. ഞാൻ വിചാരിച്ചാൽ കുക്കർ വിസിൽ വന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ വെന്തിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ എന്താക്കുന്നത്, അത് തുറന്ന് നോക്കിയപ്പോൾ അത് വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അതേപോലെ പണി കിട്ടി ഗൈസ്. നമ്മൾ അരിഞ്ഞെടുക്കുകയാണ്. ഉള്ളു വെന്തിട്ടില്ല കേട്ടോ. പുറം ഭാഗം നല്ല വെന്ത മാതിരി ഉണ്ടായിരുന്നു. പിന്നെ അരിയുമ്പോൾ നമുക്ക് ആ ഒരു പച്ച നല്ലവണ്ണം തോന്നുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതേപോലെ നമുക്കൊന്ന് ആ മസാലയിൽ ഇങ്ങനെ കുഴച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മാവൊക്കെ കുഴക്കണ ആ ഒരു രീതിയിൽ കിട്ടണം കേട്ടോ. അപ്പോൾ അത് ഉള്ളു വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ഉടഞ്ഞു കിട്ടില്ലല്ലോ. ഞാനിങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മസാല എന്തൊക്കെയാണ് കൂട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ വലിയ ഉള്ളിയാണ് കേട്ടോ. വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇടില്ല കേട്ടോ. കാന്താരി മുളക് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഉള്ളിയും ഗ്യാസാണ്, കിഴങ്ങും ഗ്യാസ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ അതിലേക്ക് നമ്മുടെ കാന്താരി മുളകും ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലയും മല്ലിപ്പൊടിയും പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഉള്ളി വാട്ടിയെടുത്തിട്ട് കിഴങ്ങ് 2-3 ഞാൻ 3 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പക്ഷേ 2 കിഴങ്ങ് ഇതിലേക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. 2.5 ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു ഉള്ളിയും അതിൻ്റെ പകുതി ഒരു ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വാട്ടി എടുത്തതാണ്. എന്നിട്ട് മസാലയൊക്കെ അതിലേക്കിട്ട് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഉടച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതേപോലെ ഒന്ന് കുഴച്ച് റൗണ്ടിൽ ഒരു ബോളിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം കേട്ടോ. ഇനി അടുത്തത് വേണ്ടത് മൈദയാണ്. മൈദ നമുക്ക് ഒരു പാത്രത്തിൽ ലേശം വെള്ളം എടുത്തിട്ട്, അല്ലെങ്കിൽ ആദ്യം മൈദ ലേശം പാത്രത്തിലെടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ടൈറ്റാക്കി എടുക്കാം. അല്ലെങ്കിൽ പിന്നെ ലേശം വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ടൈറ്റാക്കി എടുക്കാം കേട്ടോ. ഞാൻ ലേശം വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുത്ത് ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ വെള്ളത്തിലേക്ക് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ മാവിൽ മൊത്തത്തിലായി കിട്ടും. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് അധികം ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ടി വന്നു കേട്ടോ. ടൈറ്റായി പോയത് കാരണം നമുക്കതിൽ മുക്കി ഇങ്ങനെ അത് കവർ ചെയ്തിട്ടാണ് എണ്ണയിലിടേണ്ടത്. ഈ മാവ് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു കൂട്ടിലേക്ക് ഇട്ടിട്ട് കവർ ചെയ്യുക. ആ മാവ് കൊണ്ട് കവർ ചെയ്തിട്ട് നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാൻ ആദ്യമേ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം ഉണ്ടാക്കുക, അപ്പം തോന്നി അപ്പം ഉണ്ടാക്കുക, അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് അങ്ങനെ 4 മണിക്കും 10 മണിക്കൊക്കെ ഭയങ്കര വിശപ്പായിരിക്കില്ല. അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും ചായക്കടിയൊന്നും ഇല്ല വെച്ചപ്പോൾ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയിട്ട് ഉണ്ടാക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് നമുക്ക് അടുക്കളയിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം. ഇനി വേറെ സാധനങ്ങൾ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു കിഴങ്ങും ഒരു ഉള്ളിയും 2 കിഴങ്ങും 2 ഉള്ളിയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ലേശം എണ്ണയും മതി കേട്ടോ. വേറെ ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല.
നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചത് ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പക്കവടയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രൂപത്തിൽ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ബോളാക്കി വെച്ചിട്ട് നമ്മൾ ഓരോന്നോരോന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിതിന് ഇടയിൽ അവിടെ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ആ ഒരു കോട്ടിങ് മാത്രം ഒരു ബ്രൗൺ കളറായാൽ മതി കേട്ടോ. നമ്മൾ മറ്റേതൊക്കെ നന്നായിട്ട് വേവിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു കോട്ടിങ് ബ്രൗൺ ആകുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ചൂടുള്ള കട്ടൻ ചായ, നല്ല മധുരമുള്ള ചൂടുള്ള കട്ടൻ ചായയിലേക്കൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ, നല്ല മഴയൊക്കെ വേണം കേട്ടോ. ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് അടിപൊളിയായിരിക്കും. നമുക്ക് പുതിയൊരു വൈബായിരിക്കും കേട്ടോ. പുറത്തൊക്കെ ഇരുന്ന് മഴയൊക്കെ നോക്കിയിരുന്നു ഇങ്ങനെ തിന്നുമ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ. അതാ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ കിഴങ്ങ് ബോണ്ട ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.